കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പേരിന് പോലും പരാമർശിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാടിനെ വല്ലാതെ ബാധിച്ചതാണ് പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള നയപരിപാടികളോ സർക്കാരിൻ്റെ മുൻഗണനയായി കാണുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സ്വീകരിക്കുന്ന സമീപനം, അതിനെക്കുറിച്ചുള്ള വിമർശനവുമില്ല. ഇവിടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ബ്ലൂ എക്കണോമിയുണ്ട്. അതാണോ ഇവിടെ പിന്തുടരാൻ പോകുന്നത് എന്നതിലും വ്യക്തതയുണ്ടായിട്ടില്ല. റെയർ എർത്ത് മിനറൽസിൻ്റെ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക. അതിനെതിരെ ഒരു വാക്കും ഈ പ്രസംഗത്തിൽ കാണാനില്ല. അതേസമയം കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെന്തോ വല്ലാത്ത അപകടാവസ്ഥയിലാണ് എന്ന് വരുത്താനുള്ള ശ്രമം കാണുന്നുണ്ട്. ധവളപത്രം വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. പക്ഷേ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക നില പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും, സംസ്ഥാനത്തിൻ്റെ പൊതുകടം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5% കുറയുകയാണുണ്ടായത്. 2021 39%. അത് 26 34% താഴെയാണ്. കടത്തിൻ്റെ കണക്കെടുത്താൽ ഇന്ത്യയിലെ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. അപ്പോൾ ഏറ്റവും മികച്ച ധനദൃഢീകരണമാണ് കേരളത്തിൽ നടന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. ധവളപത്രം വരട്ടെ, അപ്പോൾ കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് വ്യക്തമാക്കുന്നതായിരിക്കും നന്നാവുക. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ ഏത് നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവ് എന്ന നിലയിലേക്ക് നമ്മുടെ നാടിൻ്റെ ഖജനാവ് മാറ്റാനായിട്ടുണ്ട്. അങ്ങനൊരു ഖജനാവാണ് LDF സർക്കാർ കൈമാറിയത്. 2021-26 LDF സർക്കാർ ആദ്യ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിക്കുന്നു. നേരത്തെ അത് പറഞ്ഞു. അത് റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ചതാണ്. അപ്പോൾ 5429 കോടി രൂപയുടെ നീക്കിയിരിപ്പോടുകൂടിയാണ് സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ബൃഹത്തായ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ച ഉറപ്പുവരിക എന്നുള്ളത് പ്രധാനമാണ്. അത്തരമൊരു കാഴ്ചപ്പാട് ഈ
നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.